സക്സസ് ലൈഫ് 2.0 സ്വാഗതം. 2021 മുതൽ 2025 വരെ നടത്തിയ PSC പരീക്ഷകളിൽ നിന്ന് ജോഗ്രഫിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. ഓപ്ഷൻ ഡി, ലക്കിടി വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. ഓപ്ഷൻ ഡി, എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ സി, 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഓപ്ഷൻ സി, ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറ്. ഓപ്ഷൻ ഡി, കയറ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ഓപ്ഷൻ ഡി, കൊച്ചി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഓപ്ഷൻ എ, ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ ഫെബ്രുവരി. ഓപ്ഷൻ എ, ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30. ഓപ്ഷൻ സി, 30. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? എക്കൽ മണ്ണ്. ഓപ്ഷൻ എ, എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഓപ്ഷൻ ബി, ആരവല്ലി. ഗംഗാതടത്തിന് കുറുകെ ബംഗാൾ ഉൾക്കടലിൻ്റെ തലവരെ നീണ്ടുകിടക്കുന്ന മർദ്ദം മൺസൂൺ ട്രോഫ് എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് സംഭവിക്കുന്നത്? ഗംഗാതടത്തിന് കുറുകെ ബംഗാൾ ഉൾക്കടലിൻ്റെ തലവരെ നീണ്ടുകിടക്കുന്ന മർദ്ദം മൺസൂൺ ട്രോഫ് എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് സംഭവിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഓപ്ഷൻ സി, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിൻ്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിൻ്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ബാരിസ്ഫിയർ. ഓപ്ഷൻ എ, ബാരിസ്ഫിയർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. ഓപ്ഷൻ ഡി, ശ്രീകാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഓപ്ഷൻ എ, ഒഡീഷ. ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒഴുകുന്ന സമുദ്രപ്രവാഹങ്ങൾ ഏതാണ്? ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒഴുകുന്ന സമുദ്രപ്രവാഹങ്ങൾ ഏതാണ്? ബെൻഗുല പ്രവാഹം. ഓപ്ഷൻ ഡി, ബെൻഗുല പ്രവാഹം. മിതശീതോഷ്ണ പുൽമേടുകൾ
ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മിതശീതോഷ്ണ പുൽമേടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തര അമേരിക്ക. ഓപ്ഷൻ സി ഉത്തര അമേരിക്ക. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. ഓപ്ഷൻ സി കണ്ണൂർ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആ പ്രസ്താവനയാണ് ശരി. ഓപ്ഷൻ എ ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.